എൻ്റെ പേര് ജയപ്രിയ എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ സൗത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ 2 അനുഗ്രഹങ്ങൾ, എനിക്ക് കിട്ടാവുന്നതിന് ഏറ്റവും വലിയ അനുഗ്രഹമായ എൻ്റെ മാതാവ് അനുഗ്രഹിച്ച കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്ന് നിൽക്കുന്നത്. ആദ്യമായി എനിക്ക് ജോലി നഷ്ടപ്പെടുകയും അതെനിക്ക് മാതാവ് വീണ്ടെടുത്ത് തരികയും ചെയ്ത കാര്യമാണ് ഞാനിവിടെ വിവരിക്കുന്നത്. ഞാനൊരു എയർലൈൻ സ്റ്റാഫാണ്. ഞാൻ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നും ഉയർന്ന ശമ്പളമുള്ള ഒരു ജോലി സ്ഥലത്തേക്ക് എന്നെ ഇൻ്റർവ്യൂവിന് ക്ഷണിക്കുകയും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ സെലക്റ്റായി പാസ്സാകുകയും ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ മുഖേന എനിക്കൊരു ജോയിൻ ഡേറ്റ് അവർ തരികയും ചെയ്തിരുന്നു. ആ സമയത്ത് എനിക്ക് പഴയ കമ്പനിയിൽ എനിക്ക് റിസൈൻ ചെയ്യുകയും 1 മന്ത് നോട്ടീസ് പീരീഡിൽ ആയിരിക്കുകയും ചെയ്യുകയാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. എനിക്ക് ഏപ്രിൽ 25-ാം തീയതിയാണ് എനിക്ക് പുതിയ കമ്പനിയിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തു. ഏപ്രിൽ 20-ാം തീയതി ഞാൻ പഴയ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുകയും ചെയ്തു. അപ്പോൾ 24-ാം തീയതി, അതായത് ജോയിൻ ചെയ്യേണ്ട തലേ ദിവസം എന്നെ വിളിച്ചിട്ട്, പുതിയ കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട് അവർ പറയുകയാണ്, എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് ജോലി പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി കമ്പനിയിൽ പറഞ്ഞിരുന്നു, എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല, 2 എക്സാം എഴുതിയിട്ടേ ഉള്ളൂ, റിസൾട്ട് വെയിറ്റിംഗ് ആണ്, എനിക്ക് ഇതുവരെ റിസൾട്ട് കിട്ടിയിട്ടില്ല, ആ റിസൾട്ട് വരാൻ വൈകുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ തന്നെ അവരെന്നോട് പറഞ്ഞു, എന്നാൽ ജോലിയിൽ പ്രവേശിക്കാൻ കഴിയുകയില്ല, നിങ്ങളെ ഞങ്ങൾ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ, ഒരു ജോലിയുമില്ല, ഉള്ള ജോലി പോവുകയും കയ്യിൽ ഒരു ജോലിയും വരുമാന മാർഗ്ഗവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടുകയായിരുന്നു ഞാൻ ചെയ്തത്. ആ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അപ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കും, നീ അച്ഛനെ കണ്ട് സംസാരിക്കും, നിൻ്റെ കാര്യങ്ങൾ പറയും, എല്ലാം നിനക്ക് നേടിത്തരും, നിനക്ക് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു മെയ് 2-ാം തീയതി ഞാൻ അച്ഛനെ കാണുവാൻ വേണ്ടി ബസ് കയറി ഞാൻ ഇവിടെ വരികയും അമ്മ പറഞ്ഞു, നീ ലേറ്റായിട്ട് പോവുകയാണ്, നിനക്ക് ടോക്കൺ കിട്ടത്തില്ല, നിനക്ക് അച്ഛനെ കാണാൻ സാധിക്കില്ല. കാരണം ഞാനിവിടെ വന്നപ്പോൾ 11 മണിയായി, 8:45 വരെ ടോക്കൺ കൊടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടത്തില്ല എന്ന് തീർത്തമ്മ പറഞ്ഞിട്ടാണ് എന്നെ വിട്ടത്. പക്ഷേ എന്നെ മാതാവ് രക്ഷിക്കും, എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്ക് കാര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വരുന്നത്. അതുകൊണ്ട് ഞാനിവിടെ വന്നു, ബസ് ഇറങ്ങി. ഞാൻ 10:45 ഞാനിവിടെ വാതിൽക്ക് വന്ന് നോക്കി, ടോക്കൺ കൗണ്ടർ തുറന്ന് കിടക്കുന്നു, ആരുമില്ല. എന്നോട് ആരോ കയറി വാ എന്ന് പറയുന്ന രീതിയിൽ ഞാൻ ഉള്ളിൽ പ്രവേശിക്കുകയും എനിക്ക് ടോക്കൺ തരികയും എനിക്ക് അച്ഛനെ കാണാൻ സാധിക്കുകയും ചെയ്തു. കാരണം ഇതെൻ്റെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ തലയിൽ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പുറത്തിറങ്ങി ഒരു ചേച്ചിയോട് ഞാൻ ചോദിച്ചു. ചേച്ചി എന്നോട് പറയുകയാണ്, അച്ഛനെ കാണാൻ പറ്റിയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, കാണാൻ പറ്റി, ഞാൻ വന്നോടനെ എനിക്ക് ടോക്കൺ കിട്ടി, എനിക്ക് അച്ഛനെ കാണാൻ പറ്റിയെന്ന്. പക്ഷേ അവർ രാവിലെ വെളുപ്പിന് 4:30 മുതൽ വന്നിവിടെ നിന്നിട്ടും അവർക്ക് അച്ഛനെ കാണാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, മാതാവ് എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്നും മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് മനസ്സിലായി ആദ്യമായി വന്നപ്പോൾ തന്നെ. അപ്പോൾ അച്ഛൻ ഇവിടെ പ്രാർത്ഥിക്കുകയും അച്ഛൻ എൻ്റെ തലയിൽ കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചു, സാരമില്ല, എല്ലാം ശരിയാകും, നീ വരുന്ന സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറയാമെന്ന് പറഞ്ഞു. കാരണം എൻ്റെ കണ്ണ് ഞാൻ നിറകണ്ണോടെയാണ് അച്ഛൻ്റെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം എനിക്ക് വരുമാന മാർഗ്ഗം ഒന്നും തന്നെ ഇല്ല. എല്ലാം അച്ഛനോട് പറഞ്ഞു. അച്ഛൻ എനിക്ക് വെഞ്ചരിച്ച കാശ് രൂപം തന്നു. ഞാനത് മാലയെ കോർത്തിടുകയും അത് കഴിഞ്ഞിട്ട് ഞാൻ യൂണിവേഴ്സിറ്റികളിൽ പല തവണകളായി കയറി ഇറങ്ങി എൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം റിസൾട്ട് വരാത്ത ഒരു സർട്ടിഫിക്കറ്റ് ഞാൻ പാസ്സായി എങ്ങനെ തരും എന്ന് യൂണിവേഴ്സിറ്റിക്കാർ ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാർ, എന്തെങ്കിലും കൺസൈൻ ലെറ്റർ ആണെങ്കിലും മതി, എനിക്ക് അവിടെ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും, അത് പറഞ്ഞ് ഞാൻ റിസൾട്ട് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കമ്പനി അനുവദിച്ചില്ല. ഞാൻ എൻ്റെ അവസ്ഥകൾ വെച്ചിട്ട് ഞാൻ കമ്പനിക്ക് ഒരു മെയിൽ അയച്ചു. എൻ്റെ ഉള്ളിൽ നിന്ന് ആരും അങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ മെയിൽ അയക്കുക, നിനക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകും എന്ന് നീ അയക്കുക എന്ന് പറഞ്ഞു. എനിക്ക് വലിയൊരു മെയിൽ അയച്ചു. എനിക്കൊരു വിവിധ മാർഗ്ഗമില്ല, വരുമാന മാർഗ്ഗമില്ല, എന്നെ സഹായിക്കണം. അങ്ങനെ കമ്പനി ഡിസിഷൻ എടുത്തതിന് ശേഷം എനിക്ക് തിരിച്ച് മെയിൽ വന്നു. ജൂലൈ 31 വരെ എനിക്ക് ആ ഓഫർ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നു.
ദൈവത്തിനൊരു അനുഗ്രഹം മാത്രം ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഒരിക്കലും ഒരു എയർലൈനിൽ നിന്നും പിരിച്ചു പോയ ഒരാളെ തിരിച്ചെടുക്കത്തില്ല. കാരണം അങ്ങനെ ഇരിക്കെ എനിക്ക് 3 മാസം സമയം തന്നു. അതുപോലെ പല സമയങ്ങളിൽ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയവരൊക്കെ പറയാറുണ്ട്, ഇവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ 90 ദിവസത്തിനുള്ളിൽ നമുക്ക് റിപ്ലൈ കിട്ടുമെന്ന്. അത് ഞാൻ വിശ്വസിച്ചു. ജൂലൈ 31 വരെയാണ് എനിക്ക് തന്ന ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ ഞാൻ യൂണിവേഴ്സിറ്റികളും കയറി ഇറങ്ങി പല ആൾക്കാരോട് കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ നിൽക്കിയാൽ എൻ്റെ വരുമാന മാർഗമോ എൻ്റെ ലോണോ എല്ലാ കാര്യങ്ങളും മുടങ്ങി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്ക് വിധിച്ച ജോലിയാണെങ്കിൽ എനിക്കത് ജൂലൈ 31 എനിക്ക് കിട്ടണം, കിട്ടിയേ പറ്റൂ. അതുവരെ എനിക്ക് എൻ്റെ വരുമാനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു വഴി എനിക്ക് തെളിയിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം വൈകുന്നേരം എന്നെ ഒരു മാഡം വിളിക്കുകയുണ്ടായി. ഒരു ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്നെ സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കണം എന്ന് പറഞ്ഞു. ആദ്യം ഞാൻ മടിച്ചെങ്കിലും, കാരണം എനിക്ക് ടീച്ചിങ് ഫീൽഡിൽ എക്സ്പീരിയൻസ് ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞു, എൻ്റെ മാതാവ് എനിക്കൊരു വഴി തെളിയിച്ച് തരികയാണ്, അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ വെളുപ്പിന് 5 മണിക്കാണ് അവിടെ ക്ലാസ് എടുക്കാൻ പോകേണ്ട സമയം. 5 മണി തൊട്ട് 1:30 വരെ. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് 3:15 എഴുന്നേറ്റ്, എനിക്കൊരു കുഞ്ഞു കൊച്ചാണുള്ളത്, 4 വയസ്സ്. അപ്പോൾ അതിനെയും കൂട്ടി ഞാൻ എൻ്റെ ഹസ്ബൻഡിന് സഹായമില്ലാതെ ഞാൻ ഒരിക്കലും ഇങ്ങനെയൊന്നും എനിക്ക് പോകാൻ പറ്റത്തില്ല ക്ലാസ് എടുക്കാൻ. ഹസ്ബൻഡും കൂടെ നിന്ന് 3:15 എഴുന്നേറ്റ് ഞാൻ 5 മണിക്ക് ക്ലാസ് എടുക്കാൻ പോയി. സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടി പോയി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അതിനോടൊപ്പം തന്നെ ഞാൻ യൂണിവേഴ്സിറ്റികളിൽ കയറി ഇറങ്ങുകയും എല്ലാം ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ദിവസം എനിക്കൊരു കോള് വന്നു. പഴയ റിട്ടയർഡായ ഒരു MG യൂണിവേഴ്സിറ്റിയിലെ സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ കൺസ്യൂമർ കോർട്ടിൽ കൺസ്യൂമർ കോർട്ടിൽ ചെന്നാൽ എന്തെങ്കിലും വഴി തെളിയും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുക ഞാൻ എറണാകുളത്തെ കൺസ്യൂമർ കോർട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു മാഡം പറഞ്ഞു, ഇത് കൺസ്യൂമറാണ്, അതായത് സാധനങ്ങളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസോ വിലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിവിടെ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യമൊന്നും ഇവിടെ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ മാം, ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പരിചയപ്പെട്ട് തരുവാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെന്നേ പറയാമല്ലോ. മാതാവിൻ്റെ രൂപത്തിൽ അവിടുത്തെ ജഡ്ജിനെ ഞാൻ നേരിട്ട് കണ്ടു. കൺസ്യൂമർ കോടതിയിലെ ജഡ്ജ് ഒരു മാഡമായിരുന്നു. ആ മാഡം എന്നോട് പറഞ്ഞു, ഞാനൊരു അഡ്വക്കേറ്റിൻ്റെ നമ്പർ തരാം, നീ പോയി സംസാരിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഡ്വക്കേറ്റിൻ്റെ നമ്പർ മേടിച്ച് ഞാൻ ആ മാഡത്തിനെ വിളിച്ചു. ഈ വന്ന കാലത്ത് ഒരു അഡ്വക്കേറ്റിനെ കാണാൻ പോയാൽ എത്ര രൂപ ചിലവാണെന്ന് നിങ്ങൾക്കറിയാലോ. ആ ഒരു മാഡം എൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട സ്ഥിതിക്ക് എന്നോട് പറഞ്ഞു, ഞാൻ നിനക്ക് ശരിയാക്കി തരാം, നീ ഒന്നും കൊണ്ടും വിഷമിക്കണ്ട, കാരണം നിൻ്റെ പാസ് ഔട്ട് ഇയർ കഴിഞ്ഞാണ്, അപ്പോൾ നീ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് നിനക്ക് കിട്ടേണ്ടതാണ്, നിൻ്റെ ന്യായമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നോട് സംസാരിക്കാം, എൻ്റെ കാര്യങ്ങളൊക്കെ പറയൂ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ എല്ലാം പറഞ്ഞപ്പോൾ അപ്പം തന്നെ അന്നത്തെ ദിവസം തന്നെ ആ മാഡം നേരിട്ട് ഇടപെട്ട് എന്നെ വിദ്യാഭ്യാസ കോടതിയിൽ കൊണ്ടുപോവുകയും അവിടുന്ന് എന്നെ നേരിട്ട് ജഡ്ജിനെ കാണുകയും എന്നോട് നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇല്ല, അപ്പോൾ നേരിട്ട് എനിക്ക് ജഡ്ജിനെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ നേരിട്ട് ജഡ്ജിനടുക്ക് കയറുകയും സംസാരിക്കുകയും. കാരണം ഒരുപാട് പേര് ജഡ്ജിനെ കാണാൻ കാത്തിരിക്കുന്നത് ഞാൻ കണ്ടു, പക്ഷേ ഒരു തടസ്സവും കൂടാതെ എനിക്ക് നേരിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അതും ഒരു പൈസ പോലും എൻ്റെ അടുത്തൊന്നും മേടിച്ചില്ല ഇന്ന് വരെ. കാരണം ഒരുപാട് കാര്യങ്ങൾക്ക് ഞാൻ ജഡ്ജിൻ്റെ അടുക്ക് പോവുകയും സംസാരിക്കുകയും ചെയ്തു, പക്ഷേ ഇന്നേ വരെ എനിക്ക് പൈസ ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ ജഡ്ജ് നേരിട്ട് ഇടപെട്ട് കൗൺസിലറിനെ വിളിക്കുകയും എക്സാം കൗൺസിലറിനെ വിളിക്കുകയും എൻ്റെ സർട്ടിഫിക്കറ്റിനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തു. പക്ഷേ ആ സർട്ടിഫിക്കറ്റിൻ്റെ റിസൾട്ട് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഓണം കഴിയും എൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ. അതിൽ മാതാവിൻ്റെ ഒരു ഇടപെടൽ കൊണ്ട് കാരണം മാത്രം എൻ്റെ സർട്ടിഫിക്കറ്റ്, അതായത് കോൺഫിഡൻഷ്യൽ മാർക്ക് ലിസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ മാർക്ക് ലിസ്റ്റ് കമ്പനിക്ക് അവർ അയച്ചു കൊടുത്തു. അതെ, മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് നടന്നത്. കാരണം ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് ജൂലൈ 31 അവർ തന്ന ലാസ്റ്റ് ഡേറ്റ്. കാരണം ഞാൻ മാതാവിനോട് പറഞ്ഞു, ജൂൺ 30 എനിക്ക് ആ ജോലി വിധിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു.
അതുപോലെ തന്നെ കറക്റ്റ് ജൂൺ 30 രാവിലെ 10 മണിക്ക് എൻ്റെ റിസൾട്ട് വന്ന് ഞാൻ പാസ്സാവുകയെന്ന് കമ്പനി അറിയിക്കുകയും എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. അതിന് ദൈവത്തിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. കാരണം ഞാൻ ഏതു നേരവും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു, വിശ്വാസ പ്രമാണം ഞാൻ ചൊല്ലുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരിക്കലും ഞാനൊരു ഹിന്ദുവാണ്, ഞാനൊരു ക്രിസ്ത്യാനിയിലേക്ക് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിൽ പോവുമെങ്കിലും ഞാൻ കുർബാന സ്വീകരിക്കാറില്ലായിരുന്നു പണ്ട്. ഇപ്പോൾ ഞാൻ ഈ മാതാവിനോട് കൂടുതൽ അടുക്കുകയും ഞാൻ കുർബാന കൂടുകയും കുർബാന കൈക്കൊള്ളുവാൻ ചെല്ലുകയും മാതാവിൻ്റെ ധ്യാനം കൂടുകയും എന്നെക്കൊണ്ടാവുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് കൂടുതലും മാതാവിനോട് അടുക്കാൻ പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ്റെ ധ്യാനം പല ധ്യാനങ്ങളും കേൾക്കുമ്പോൾ അച്ഛൻ പറയാറുണ്ട് മാതാവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. പക്ഷേ ഞാനത് വിശ്വസിച്ചില്ല. പക്ഷേ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ അടുത്തിരുന്ന് മാതാവിനോട് സംസാരിക്കുന്നതായിട്ടും ഞാൻ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ജൂൺ 30 എന്ന ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ജൂൺ 20 ആക്കുമ്പോഴേക്കും എന്നെ തന്നെ അറിയാതെ ഞാൻ പറയുകയാണ്, അമ്മേ ഇനി നമുക്ക് 10 ദിവസം കൂടിയേ ഉള്ളൂ, അതിനുള്ളിൽ എന്തെങ്കിലും ഒരു അത്ഭുതം എന്നെ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ ആ മാതാവിനോട് എപ്പോഴും പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് എനിക്ക് ആ വലിയൊരു അനുഗ്രഹം കിട്ടിയതും എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം പ്രോസസ്സിങ് ചെയ്തതും ഞാൻ ആ കമ്പനിയിലേക്ക് എനിക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ കിട്ടുകയും ഈ ജൂലൈ 11 ഞാൻ ജോയിൻ ചെയ്യുകയും ചെയ്തു. അതെൻ്റെ ദൈവത്തിൻ്റെ ഒരേ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ്. എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കാൻ പോയപ്പോൾ അവിടുന്ന് സാലറി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഒരു ഓഫർ ലെറ്റർ മാത്രം വെച്ചാണ് ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ പോയത്. ഒരു അപ്പോയിൻമെൻറ്റ് ലെറ്ററോ ഒരു എവിഡൻസോ എനിക്ക് ആ കമ്പനി തന്നിട്ടില്ല. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് വന്നതിന് എനിക്ക് ആ സാലറി എനിക്ക് കിട്ടണമെന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതും ഒരു തടസ്സം കൂടാതെ എനിക്ക് ഇന്നലെ അത് ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഇന്നലെ ഞാൻ വീട്ടിൽ വരാവുന്ന സമയത്ത് എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആകുകയും ഒരു കാറ് വന്ന് എൻ്റെ ബൈക്കിൻ്റെ പുറകിൽ ഇടിക്കുകയും ഒരു ബസ് സൈഡിൽ കൂടെ പോവുകയും, പക്ഷേ ആരോ വണ്ടി പിടിച്ച് നിർത്തിയതുപോലെ, കാരണം എൻ്റെ മാലയിൽ എൻ്റെ കാശുരൂപമുണ്ട്, ആരോ വണ്ടി നിർത്തി പിടിച്ചതുപോലെ എൻ്റെ വണ്ടി പതുക്കെ ചരിഞ്ഞ് എൻ്റെ ദേഹത്തൊരു പോറൽ പോലും ഇല്ലാതെ ഞാൻ എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ അത് എൻ്റെ കൂടെ എൻ്റെ മാതാവ് ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഓരോ കാര്യത്തിനും എൻ്റെ കൂടെയുണ്ട്. ഞാൻ ചെറുതായാലും വലുതായാലും ഞാൻ എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നോ എൻ്റെ മാതാവ് അപ്പം എൻ്റെ കൂടെയുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം ഞായറാഴ്ച രാവിലെ ഞാൻ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മാതാവേ എനിക്ക് ഇന്ന് കുർബാനയ്ക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, കാരണം എനിക്ക് എൻ്റെ വായുടെ അകം പൊട്ടിയിട്ട് എനിക്ക് പ്രാർത്ഥനയോ ചൊല്ലാനോ ഒന്നും പറ്റത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയാണ്, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം, പാട്ടുപാടി എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ ഞാൻ ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്ത് വന്ന് കിടന്നതും ഒരു 2 മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ റൂമിൻ്റെ ജനാലിൻ്റെ സൈഡിൽ ഒരു വെള്ളി വെളിച്ചം എന്ന് വെച്ചാൽ കണ്ണുപോലും തുറക്കാൻ പറ്റാത്ത ഒരു വെള്ളി വെളിച്ചത്തിൽ ഒരു ആഷ് കളർ രൂപത്തിൽ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടിരിക്കുന്ന മാതാവിനെ ഞാൻ നേരിട്ട് കണ്ടു. കാരണം എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, ഇവിടെ ആരോ നിൽക്കുന്നുണ്ട് നോക്കൂ എന്ന് പറയാൻ ഞങ്ങൾക്ക്. കാരണം എൻ്റെ കയ്യിൽ കൊന്തയുണ്ടായിരുന്നു. കൊന്തയുള്ളത് കാരണം എൻ്റെ ശരീരം ഫ്രീസായിപ്പോയി. എന്താ ചെയ്യണം? എൻ്റെ മാതാവ് എനിക്ക് മാത്രം പ്രത്യക്ഷപ്പെട്ടതാണത്. കാരണം എനിക്ക് ആരെയും അറിയിക്കാനൊന്നും പറ്റില്ല. എൻ്റെ കയ്യിൽ അതേപടി ഞാൻ ഫ്രീസായിപ്പോയി. അതുപോലെ തന്നെ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ എന്നിൽ തന്നെ ഒരു കുളിര് പോരുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ട്. കാരണം ഞാൻ ബൈബിൾ വായിക്കുമ്പോൾ മാത്രമേ എനിക്ക് ആ ഒരു അനുഭവം ഉണ്ടാവാറുള്ളൂ. അതുപോലെ തന്നെ ഈ ബൈബിളിൽ അന്ന് ഞായറാഴ്ച മാതാവിനെ അന്ന് ഞായറാഴ്ച വൈകുന്നേരം എനിക്ക് കിട്ടിയ വചനം എന്താണെന്ന് വെച്ചാൽ, നിൻ്റെ പ്രവചനം നിറവേറ്റപ്പെടും. അതോടെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി എൻ്റെ കാര്യത്തിൽ മാതാവ് ഇടപെടുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നന്ദി അർപ്പിക്കുന്നു. മാതാവിനോടും തിരുക്കുമാരനോടും നന്ദി.